വാക്താക്കളാരാ? ഒക്കെ നമ്മൾ തന്നെ. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ആയത്തിന് ഇനി നമ്മൾ എവിടെയാ പറയേണ്ടത്? ഗൗരവതരമായി നമ്മൾ ചിന്തിക്കണം. എന്തിനാ റമളാൻ നമുക്ക് വന്നത്? എന്തിനാ അള്ളാഹു നമുക്ക് റമളാൻ തന്നത്? ഈ വിധത്തിൽ നമ്മുടെ ചെയ്തി കൊണ്ട് നമുക്ക് റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്, ആലോചിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. അവരൊന്നും അങ്ങനെ ഫുട്ബോൾ മാമാങ്കത്തിന് മഗ്‌രിബ് മുടക്കി പോയിരിക്കുന്നവരല്ല. എന്നാലും ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ബോധനം നൽകാൻ കഴിയണം. വലിയ അപകടമാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതിനപ്പുറമുള്ളത് സ്വീകരിച്ചുകൂടാ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? അതാണ്, അവിടെയാണ് നമ്മൾ പതറിപ്പോകുന്നത്. മഗ്‌രിബ് മുടക്കി നിങ്ങൾക്ക് കളി കാണാൻ പോയി ഗ്യാലറി ഇരിക്കാമെങ്കിൽ അങ്ങനെ ഒരു നിസ്കാരം തന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ മറുപടി? അതാണ്, അവിടെ നമ്മൾ പതറിപ്പോവുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, തന്റെ കൂട്ടുകാരികളോട് തന്റെ അടുത്ത് വന്ന് പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന, അല്ലാഹുവിനെ കാണാനുള്ള ജീവിതം നയിക്കുന്ന മഹദികൾ അവരോട് പറയുകയാണ്, ഈ ദുനിയാവിൽ ലഭിക്കുന്ന വിവിധ ഇനം ഭക്ഷണങ്ങളും പാനീയങ്ങളും ഭക്ഷിച്ചുകൊണ്ട് ഭുജിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് എന്റെ ശരീരം വീർത്ത ശരീരവുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിന്നാൽ റബ്ബ് എന്നോട് ചോദിക്കുമല്ലോ, നഫീസ, എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട്, എനിക്ക് നന്ദി ചെയ്തുകൊണ്ട്, എന്നെ ഓർത്തുകൊണ്ട്, എനിക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നുപോയ പ്രവാചകനല്ലേ, നിന്റെ പ്രവാചകൻ എന്നോട് ചോദിക്കുമ്പോ നീര് വന്നിട്ട് വീർത്തതല്ല, ഭക്ഷണം കഴിച്ചിട്ട് തടിച്ചു പോയതാണ്, പാനീയം കുടിച്ചിട്ട് തടിച്ചു പോയതാണ്, ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് ശരീരം തടിച്ചു പോയതാണ്, ആ ശരീരം വെച്ചിട്ട് ഞാൻ എന്ത് മറുപടി പറയുമെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, എന്നിട്ട് മഹദി ഓതി കൊടുക്കുകയാണ്, നാളെ പാരത്രിക ലോകത്ത് വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളോട് നരകത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമത്രേ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാര് കടന്നു വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരാൻ, നന്മ പറഞ്ഞു തരാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നിങ്ങളെ വഴി